രാത്രി 12-ന് ശേഷമായിരുന്നു. എമ്മ കത്തിയെങ്കിലും ഒറ്റക്കായിരുന്നു. മൂടൽ മഞ്ഞുപോലുള്ള നിശബ്ദത. അവൾ കുളിമുറിയിലെ കണ്ണാടിയിൽ നോക്കി. ഒടുവിൽ ഉറച്ചുനിന്നു. കണ്ണാടിയിലെ പ്രതിഫലനം അകത്തേക്ക് കയറിയിരുന്നില്ല. അതിന് ഒരു പുഞ്ചിരിയുണ്ട്. ഭയാനകവും അന്യസാധാരണവുമായ ആ പുഞ്ചിരി പതിയെ വ്യാപിച്ചു. കണ്ണുകൾ കറുത്തതിനും ആഴമുള്ളതിനും വെറും കുഴികളായിപ്പോയി. പിന്നെ അത് കൈ ഉയർത്തി കൈനീട്ടി. എമ്മ പിന്മാറി. പക്ഷേ പ്രതിഫലനം മുന്നോട്ടു വന്നു. കൈക്കോട്ടം കച്ചയിൽ പതിച്ചിരിക്കുന്നു. അകത്തുനിന്ന് പുറത്തേക്കുള്ള ദാഹം. അപ്പോൾ പ്രകാശം കെടുത്തി. കനത്ത ഇരുട്ട്. ഒരു തളർത്തുന്ന ശബ്ദം കേട്ടു. ഞാൻ ഇത്രയും കാലമായി കാത്തിരുന്നു. വിളക്കുകൾ വീണ്ടും തെളിഞ്ഞു. കണ്ണാടി ശൂന്യമായിരുന്നു. എമ്മ തിരിഞ്ഞോടാൻ നോക്കി. പക്ഷേ ഹാളിലെ കണ്ണാടിയിൽ അവളെ കാണിച്ചു. കുളിമുറിയിൽ തന്നെ. പക്ഷേ ഇപ്പോൾ അവളാണ് അകത്ത് പുഞ്ചിരിക്കുന്നത്.